നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ, ചേർത്തല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ത്രീകളെ തിരോധാനം സംബന്ധിച്ച കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. സൈക്കോ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് തുടർന്നു. കാട് മൂടിയവിടേക്ക് ആരും തന്നെ എത്താറില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന പരിശോധനയിലാണ് അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നത്. ഇതിനു പിന്നാലെ ഇന്നും നടത്തിയ പരിശോധനയിലും അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തുകയായിരുന്നു. അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ പ്രതി സെബാസ്റ്റ്യനുമായാണ് തെളിവെടുപ്പ് തുടരുന്നത്. നേരത്തെ അസ്ഥികൂട അവശിഷ്ടങ്ങൾ കിട്ടിയ സ്ഥലത്ത് നിന്ന് വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു. 20ഓളം അസ്ഥി കഷ്ണങ്ങളാണ് ഇന്ന് കണ്ടെത്തിയത്. കത്തിക്കരഞ്ഞ നിലയിലാണ് ഈ അസ്ഥി കഷ്ണങ്ങൾ. സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിൽ വീടിനകത്തും ചോദ്യം ചെയ്യുകയാണ്. ജൈനമ്മ തിരോധാന കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘവും പള്ളിപ്പുറത്തെ വീട്ടിൽ പരിശോധന നടത്തുകയാണ്. ചേർത്തലയിൽ കാണാതായ സ്ത്രീകളെ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയതാണോ എന്നതാണ് സംശയം. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങളോ കേസിൽ നിർണായകമായേക്കാവുന്ന തെളിവുകളോ ഇവിടെ നിന്ന് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. 2.25 ഏക്കറോളം വരുന്ന പുരയിടത്തിൽ കുളങ്ങളും ചതുപ്പ് നിലങ്ങളുമുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തും. വീടിനുള്ളിൽ പുതുതായി ഗ്രാനൈറ്റ് പാകിയ മുറിയുടെ തറയടക്കം പൊളിച്ച് പരിശോധന നടത്തുവാനും ആലോചനയുണ്ട്. പള്ളിപ്പുറത്തെ വീടും പരിസരവും കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിശോധന കേസിൽ ഏറെ നിർണായകമാണ്. ആ വീടിനുള്ളിൽ എല്ലാം വാരി വലിച്ചിട്ട നിലയിലാണെന്നാണ് അയൽവാസി പറയുന്നത്. വൃത്തിയില്ലാത്ത അവസ്ഥയാണ് ആ വീടുള്ളത്. അതുമാത്രമല്ല, ആ വീടിനുള്ളിൽ നിന്ന് ഒരു സിം കാർഡ് ലഭിച്ചിരുന്നു. ഒരു മുറിയിൽ നിറയെ ഗർഭ നിരോധന ഉറകളടക്കം കണ്ടുവെന്നും പറയുന്നുണ്ട്. ചേന്നം പള്ളിപ്പുറം പഞ്ചായത്ത് 9-ാം വാർഡിൽ സെബാസ്റ്റ്യന്റെ ചങ്ങത്തറ വീട്ടിലാണ് 2 സ്ത്രീകളുടെ തിരോധാന കേസിൽ പോലീസ് തെളിവ് തേടിയെത്തിയത്. വിവാഹിതനെങ്കിലും ഒറ്റയാന് സമാനമായ ജീവിതമാണ് സെബാസ്റ്റ്യന്റേത്. വിവാഹിതനും 11 വയസ്സുള്ള പെൺകുട്ടിയുടെയും അച്ഛനുമാണ് ഈ 68 വയസ്സുകാരനായ സെബാസ്റ്റ്യൻ. ഭാര്യയെയും മകളെയും നാട്ടുകാർ ചേർത്തല വീട്ടിൽ അവസാനം കണ്ടത് 5 വർഷം മുൻപാണ്. ഏറ്റുമാനൂരിലെ വീട്ടിലാണ് അവരുടെ താമസം. ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കാൻ ശീലമാക്കിയ സെബാസ്റ്റ്യൻ വീടുകളിലും എത്താറുണ്ടെന്ന് അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. പലയിടങ്ങളിൽ നിന്നും എത്തുന്നവർ ഇവിടെ ഒത്തുകൂടാറുണ്ട്. ബിന്ദു പത്മനാഭൻ കേസിൽ 2018-ൽ സെബാസ്റ്റ്യൻ അറസ്റ്റിലായിരുന്നു എന്നതാണ് വസ്തുത. സെബാസ്റ്റ്യനെ നാട്ടുകാർ അടക്കം വിളിക്കുന്നത് അമ്മാവൻ എന്നാണ്. കോടികളുടെ സ്വത്തിനുടമ കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് 2018-ലാണ് ചേർത്തല വീട്ടിൽ പോലീസ് ആദ്യം എത്തുന്നത്. ജൈനമ്മയുടെ തിരോധാനത്തിൽ വീണ്ടും ഈ വീട് കുപ്രസിദ്ധമായി. ബിന്ദു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നതും സെബാസ്റ്റ്യൻ നുണപരിശോധനയ്ക്ക് വിസമ്മതിച്ചതും കാരണം തെളിവ് ശേഖരിക്കാനാകാതെ അന്വേഷണം പ്രതിസന്ധിയിലായി. ഇതിനിടയിലാണ് ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാനവും അന്വേഷണവും. ജൈനമ്മ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നത് കാരണമാണ് സെബാസ്റ്റ്യനിലേക്ക് ഈ സംശയം നീണ്ടത്. വാരനാട് സ്വദേശി ഐഷയുടെ തിരോധാനത്തിലും സെബാസ്റ്റ്യനാണെന്ന സൂചന ശക്തമാണ്. ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഐഷ തിരോധാനം അന്വേഷിക്കുന്നത്. ബിന്ദു പത്മനാഭൻ തിരോധാനം അന്വേഷിക്കുന്നത് സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ്. ജൈനമ്മയെ കൊന്ന് സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും സെബാസ്റ്റ്യൻ കൈക്കലാക്കിയെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ളത്. അത് സ്ഥിരീകരിക്കുന്ന ശാസ്ത്രീയ തെളിവുകളും മൊഴികളും ശേഖരിച്ചാണ് സെബാസ്റ്റ്യനെതിരെ കൊലക്കുറ്റം ചുമത്തിയത്. ബിന്ദു പത്മനാഭന്റെ കുടുംബ വീടിനോട് ചേർന്ന് സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിക്കായി നീക്കിവച്ച 30 സെന്റ് സ്ഥലം വ്യാജ പ്രമാണം ചുമച്ച് കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. ബിന്ദുവിന്റെ പിതാവ് പത്മനാഭൻ സർക്കാരിൽ വരുത്തിയ അബ്കാരി കുടിശ്ശികയിലേക്ക് കണ്ടുകെട്ടിയ വസ്തുവാണ് വ്യാജ പ്രമാണം ചുമച്ച് പോക്കുവരവ് ചെയ്ത് ബാങ്കിൽ നിന്ന് വായ്പ തരപ്പെടുത്തിയത്. അതിന് 20 വർഷം മുൻപ് സർക്കാർ ജപ്തി ചെയ്ത വസ്തുവാണിത്. ലേലത്തിന് വച്ചുവെങ്കിലും ആരും ഏറ്റെടുത്തില്ല. തുടർന്ന് സർക്കാരിലേക്ക് കണ്ടുകെട്ടി. ഇതേ വസ്തുവിന്റെ അതിരുകൾ കാട്ടി ചേർത്തല സ്വദേശിയായ ആധാരമെഴുത്തുകാരൻ പ്രമാണം രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഇത് വില്ലേജ് ഓഫീസിൽ ഹാജരായി പോക്കുവരവ് ചെയ്തില്ല. പിന്നീട് വസ്തു വിറ്റതായി മറ്റൊരു പ്രമാണം ചുമച്ച് പോക്കുവരവ് ചെയ്യിച്ച് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു. വായ്പ കുടിശ്ശികയായതോടെ ബാങ്ക് ജപ്തി നടപടിക്ക് സ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് സർക്കാർ ഏറ്റെടുത്ത സ്ഥലമാണെന്ന് കണ്ടെത്തിയത്. റവന്യൂ അധികൃതർ ഇവിടെ സർക്കാർ ഭൂമിയെന്ന് ബോർഡ് സ്ഥാപിക്കുകയും പോക്കുവരവ് റദ്ദാക്കുകയും ചെയ്തു. വസ്തു സർക്കാർ അധീനതയിൽ തന്നെയാണെന്നും പോക്കുവരവ് റദ്ദാക്കിയതായും വ്യാജ പ്രമാണ റദ്ദാക്കൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും കടക്കരപ്പള്ളി വില്ലേജ് ഓഫീസർ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അന്വേഷണം എങ്ങും തന്നെ എത്തിയില്ല. ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യ പ്രതിയാണ് ഈ സെബാസ്റ്റ്യൻ എന്ന് അന്ന് തന്നെ പോലീസ് തിരിച്ചറിഞ്ഞതാണ്. അന്ന് അറസ്റ്റിലായ 2ാം പ്രതി ടി മിനിയെ വ്യാജ ഡ്രൈവിംഗ് ലൈസൻസ് നിർമ്മിക്കുന്ന കേസിലും പിടിച്ചിരുന്നു. ബിന്ദു എന്ന വ്യാജേന മിനിയുടെ ചിത്രം പതിച്ച് തയ്യാറാക്കിയ ലൈസൻസിലെ തമിഴ്നാട്ടിലെ വിലാസവും വ്യാജമായിരുന്നുവെന്ന് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ബിന്ദുവിന്റെ പേരിലുള്ള വ്യാജ SSLC ബുക്കിലേക്കും അന്വേഷണം നീണ്ടില്ല. ബിന്ദുവിന്റെ കുടുംബം പെൻഷൻ അക്കൗണ്ട് 2005 ഒക്ടോബറിൽ ആലപ്പുഴ ട്രഷറിയിലേക്ക് മാറ്റിയ ശേഷമുള്ള കൂടുതൽ വിവരങ്ങളും ആരും പരിശോധിച്ചില്ല. മാവേലിക്കര എണ്ണക്കാട് സഹകരണ ബാങ്കിൽ ബിന്ദു പത്മനാഭന് അക്കൗണ്ട് ഉള്ളതായി വിവരം പുറത്തു വന്നിരുന്നു. ചേർത്തലയിലെ പൊതുമേഖലാ ബാങ്കിൽ സെബാസ്റ്റ്യനും അക്കൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കേന്ദ്രീകരിച്ചൊന്നും തന്നെ അന്വേഷണം നടന്നില്ല.
ആലപ്പുഴയിലെ ബിന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തു കൈമാറ്റം സംബന്ധിച്ച അന്വേഷണം അട്ടിമറിച്ചു. വസ്തു കൈമാറ്റം ചെയ്ത ഉടമയോട് വസ്തു ഇടനിലക്കാരനോടും ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ തുടർ നടപടിയൊന്നും ഉണ്ടായില്ല. ബിന്ദുവിന്റെ 10 സെന്റ് വസ്തുവാണ് ഇവർക്ക് ലഭിച്ചത്. ഇപ്പോൾ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ വധക്കേസിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യന്റെ വീട്ടിലെ ഞായറാഴ്ചത്തെ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. ഞായറാഴ്ച കോട്ടയം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സെബാസ്റ്റ്യനെ വിശദമായി ചോദ്യം ചെയ്തുവെന്നാണ് വിവരം. വീട്ടിലെ തെളിവെടുപ്പിന് സഹായകരമാകുന്ന വിവരങ്ങളൊക്കെ ലഭിക്കാനായിരുന്നു ചോദ്യം ചെയ്യൽ. സമഗ്ര പരിശോധനയ്ക്കായാണ് അന്വേഷണ സംഘം ഇന്ന് തയ്യാറായി വന്നത്. വീട് കനത്ത പോലീസ് സുരക്ഷയിലാക്കി. മുഴുവൻ സമയം പോലീസ് കാവലും ഏർപ്പെടുത്തിയിരുന്നു. പരിശോധനയ്ക്ക് മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെ രാവിലെ എത്തിച്ചിരുന്നു. ജൈനമ്മയുടെ നിന്ന് കരുതുന്ന ആഭരണങ്ങൾ ചേർത്തല നഗരത്തിലെ ജ്വല്ലറിയിൽ നിന്ന് വീണ്ടെടുത്തിട്ടുണ്ട്. ആഭരണം വിൽക്കും മുമ്പ് പണയം വെച്ച സ്ഥാപനങ്ങളിൽ നിന്നും തെളിവ് ശേഖരിച്ചു. ശേഷമായിരുന്നു പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് തുടങ്ങിയത്. ബിന്ദു പത്മനാഭനെ കാണാതായ സംഭവത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് കടക്കുന്നതിനിടെയാണ് അന്വേഷണം അട്ടിമറിച്ചത്. ബിന്ദുവിന്റെ പേരിൽ വ്യാജ ഡ്രൈവിംഗ് ലൈസൻസ് സംഘടിപ്പിക്കുവാൻ സഹായിച്ച ചേർത്തല സ്വദേശി തങ്കച്ചനെ അടക്കം പോലീസ് പിടികൂടിയിരുന്നു. ഒടുവിൽ ബിന്ദു പത്മനാഭനെ കാണാതായ സംഭവത്തിൽ സെബാസ്റ്റ്യന് നേരിട്ട് പങ്കിടുന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. വ്യാജ പവർ ഓഫ് അറ്റോർണി അടക്കമുള്ള രേഖകൾ സെബാസ്റ്റ്യൻ നിർമ്മിച്ചതായും കണ്ടെത്തി. അന്ന് ആ കേസിൽ സെബാസ്റ്റ്യന്റെ ഭാര്യയും ബന്ധുവായ ഏറ്റുമാനൂർ സ്വദേശിയായ ബോണിയുമാണ് ഇയാൾക്ക് ഒളിവിൽ കഴിയുവാൻ കണ്ണൂരിലെ തളിപ്പറമ്പിലും കർണാടകയിലെ ഷിമോഗയിലും താവളമൊരുക്കിയത്. വിദേശത്ത് ജോലിയുള്ള ബോണി അവധിക്ക് നാട്ടിൽ എത്തിയതായിരുന്നു. ബാംഗ്ലൂരിൽ ഇയാൾക്കൊപ്പം MBA പഠനം നടത്തിയ സുഹൃത്തുക്കളുടെ വീട്ടിലായിരുന്നു ഒളിവിൽ താമസിച്ചത്. പിന്നീട് പോലീസിന് മുന്നിൽ കീഴടങ്ങി. കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച മനോജ് എന്ന ഡ്രൈവർ ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്നത് ദുരൂഹമായി തുടരുന്നുണ്ട്. ആൾമാറാട്ടം നടത്തി ബിന്ദുവിന്റെ സ്വത്ത് തട്ടിയെടുക്കുവാൻ സെബാസ്റ്റ്യൻ വ്യാജ ലൈസൻസും SSLC ബുക്കും പ്രതി മിനിയുടെ പേരിൽ ഉണ്ടാക്കിയിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ സന്തത സഹചാരിയായിരുന്ന ചെങ്ങണ്ട സ്വദേശി മനോജിന്റെ ആത്മഹത്യയിൽ വ്യക്തമായ അന്വേഷണം ഉണ്ടാകാത്തതും കൂടുതൽ തട്ടിപ്പുകൾ നടത്തുവാൻ സെബാസ്റ്റ്യന് കേസ് അന്വേഷണത്തിലെ വീഴ്ചയാണ് സെബാസ്റ്റ്യനെ കൊടും ക്രിമിനലാക്കി മാറ്റുന്നതെന്നുമാണ് വിലയിരുത്തൽ. എന്തായാലും വീടിന് സമീപത്ത് കുളത്തിലും പോലീസ് മറ്റ് പരിശോധനകൾക്ക് നടത്തുകയാണ്. ഈ കുളം വറ്റിക്കുവാനുള്ള ശ്രമം തുടരുന്നുണ്ട്. സെബാസ്റ്റ്യനെ വീടിനുള്ളിൽ വെച്ച് ചോദ്യം ചെയ്തു. ഇയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുഴിയെടുത്ത് പരിശോധനകളൊക്കെ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.